എല്ലാവർക്കും ഹലോ. പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രോയിംഗ് അനുസരിച്ച് ഒരു ടേപ്പ്, റൂൾ, സ്ക്വയർ, ലൈൻ പിൻ, ലെവൽ എന്നിവ ഉപയോഗിച്ച് ജോലി സജ്ജമാക്കാൻ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവ ചെയ്യാൻ കഴിയും. കെട്ടിടത്തിന്റെ 3rd ലൈൻ അടയാളപ്പെടുത്തുക, കെട്ടിടത്തിന്റെ 4th ലൈൻ അടയാളപ്പെടുത്തുക, കുറ്റിയിൽ നെയിൽ ഡ്രൈവ് ചെയ്യുക, പ്രൊഫൈൽ മാർക്കിംഗ് തമ്മിലുള്ള ഡയഗണൽ ഡിസ്റ്റൻസ് പരിശോധിക്കുക. ഇതിന് ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും: ബിൽഡർ സ്ക്വയർ സ്റ്റീൽ 75 cm × 50 cm, നൈലോൺ മാർക്കിംഗ് ത്രെഡ് ആവശ്യത്തിന്, ഹാമർ മേസൺ ക്ലബ് 11/2 LBS, മെഷറിംഗ് ടേപ്പ് 30 മീറ്റർ, പ്ലം ബോംബ്, സ്റ്റീൽ ട്രൈ സ്ക്വയർ, സ്പിരിറ്റ് ലെവൽ, 35 mm ലോങ് ആൻഡ് വയർ നൈൽസ് ആവശ്യത്തിന്, വുഡൻ പ്ലഗ് ആവശ്യത്തിന്, വുഡൻ പ്രൊഫൈൽ ആവശ്യത്തിന്, ലൈം പൗഡർ ആവശ്യത്തിന്. ഇനി പ്രൊസീജിയർ നമുക്ക് ആരംഭിക്കാം. കെട്ടിടത്തിന്റെ 3rd ലൈൻ അടയാളപ്പെടുത്തുക. അതിർത്തി DC-യിൽ നിന്ന് 1 മീറ്റർ ഏകപക്ഷീയമായ ദൂരം അളക്കുക. കെട്ടിടത്തിന്റെ പിൻവശത്തിന്റെ മൊത്തത്തിലുള്ള അളവുകൾ ഉൾക്കൊള്ളാൻ പോയിന്റുകൾ P5, P6 എന്നിവ കണ്ടെത്തുക. ഫൗണ്ടേഷൻ എക്സ്കവേഷന്റെ വീതി ഉൾപ്പെടെ അളക്കുന്ന സമയത്ത് സ്റ്റീൽ ടേപ്പ് കഴിയുന്നത്ര താഴ്ത്തി, എന്നാൽ നിലത്തിന് മുകളിൽ വ്യക്തമായി നിലത്ത് തിരശ്ചീനമായി നീട്ടിപ്പിടിക്കുക. P5, P6 എന്നീ പോയിന്റുകളിൽ പെഗുകൾ ഡ്രൈവ് ചെയ്യുക. ഒരു ആണി അടിക്കുക. പെഗ് P5ന്റെ മധ്യഭാഗത്ത് ഒരു ലൈൻ ത്രെഡ് കെട്ടുക. ബിൽഡർ സ്ക്വയർ ഉപയോഗിച്ച് P3, P4ലേക്ക് ലൈൻ ത്രെഡ് വലത് കോണിൽ നീട്ടുക. P6ലെ കുറ്റി ലൈൻ ത്രെഡിന്റെ മധ്യഭാഗം പെഗ് 6ലും ഒരു ഡ്രൈവ് നെയിലിലും നെയിൽ പോയിന്റ് കണ്ടെത്തുക. പെഗ് P6ലെ നഖവുമായി ലൈൻ ത്രെഡ് കെട്ടി P3, P4ലേക്ക് വലത് കോണിലും P1, P2 രേഖയിലേക്ക് സമാന്തരമായും 3ാം ലൈൻ P5, P6 നേടുക. ശ്രദ്ധിക്കുക, പെഗ് P6ൽ മാത്രം പെഗ് ത്രെഡും നെയിൽ പോയിന്റും ക്രമീകരിക്കുക. കെട്ടിടത്തിന്റെ 4th ലൈൻ അടയാളപ്പെടുത്തുക. CB അതിർത്തിയിൽ നിന്ന് 1 മീറ്റർ അനിയന്ത്രിതമായ ദൂരം അളക്കുക. കെട്ടിടത്തിന്റെ വലതുവശത്തെ മൊത്തത്തിലുള്ള അളവുകൾ ഉൾക്കൊള്ളാൻ പോയിന്റുകൾ P7, P8 എന്നിവ കണ്ടെത്തുക. ഫൗണ്ടേഷൻ എക്സ്കവേഷന്റെ വീതി ഉൾപ്പെടെ P7, P8 എന്നീ പോയിന്റുകളിൽ പെഗുകൾ ഡ്രൈവ് ചെയ്യുക. ചിത്രം ഡ്രൈവ് പെഗ്. ഒരു ആണി അടിക്കുക. പെഗ് P7ന്റെ മധ്യഭാഗത്ത് ഒരു ലൈൻ ത്രെഡ് കെട്ടുക. ബിൽഡർ സ്ക്വയർ ചിത്രം 1 ഉപയോഗിച്ച് P5ലേക്കും കുറ്റി P8ലേക്കും ഉപയോഗിച്ച് വലത് കോണിൽ ലൈൻ ത്രെഡ് വലിച്ചു നീട്ടുക. ലൈൻ ത്രെഡിന്റെ മധ്യഭാഗം പെഗ് P8ൽ നെയിൽ പോയിന്റ് കണ്ടെത്തി ഒരു ആണി ഓടിക്കുക. പെഗ് P8ലെ നൈലുമായി ലൈൻ ത്രെഡ് കെട്ടി P5, P6 ലൈനിലേക്ക് വലതു കോണുകളിൽ P3, P4 രേഖയ്ക്ക് സമാന്തരമായി 4th ലൈൻ P7, P8 നേടുക. E, H എന്നീ കേവല പോയിന്റുകൾ തമ്മിലുള്ള ഡയഗണൽ ഡിസ്റ്റൻസ് അളക്കുക. കേവല പോയിന്റുകൾ G, F എന്നിവ തമ്മിലുള്ള ഡയഗണൽ ഡിസ്റ്റൻസ് അളക്കുക. എല്ലാ ലൈൻ ത്രെഡുകളും ഒരേ നിലയിലായിരിക്കണം. ത്രെഡ് ലൈനിന്റെ വലത് കോണിലേക്ക് തിരിയാനും പരിശോധിക്കാനും ഒരു ബിൽഡർ സ്ക്വയർ ഉപയോഗിക്കുക. കുറ്റിയുടെ പരന്ന പ്രതലത്തിന്റെ മധ്യഭാഗത്ത് ഒരു പെൻസിൽ കൊണ്ട് ഏകദേശം അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ ഭാഗത്ത് നെയിൽ ഉപയോഗിച്ച് കുത്തനെ പിടിക്കുക. നെയിൽ ക്ലോ ഹാമർ ഉപയോഗിച്ച് നെയിലിന്റെ തല മൃദുവായി അടിച്ച് ശരിയാക്കുക.
പ്രൊഫൈൽ മാർക്കിങ്ങുകൾ തമ്മിലുള്ള ഡയഗണൽ ഡിസ്റ്റൻസ് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. പ്രവർത്തിക്കുന്നതിന് മധ്യരേഖ അടയാളം പ്രൊഫൈലുകൾക്കിടയിൽ ത്രെഡ് ലൈനുകൾ ബന്ധിപ്പിക്കുക. ഇങ്ങനെ നീട്ടിയ വരിയിൽ ഇന്റർസെക്ഷൻ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഡയഗണലുമായി എതിർകവല പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അളക്കുക. അത്തരം രണ്ട് ജോഡികൾ തമ്മിലുള്ള ദൂരം തുല്യമായിരിക്കണം. ഇനി നമുക്ക് ഒരു കെട്ടിടം സജ്ജീകരിക്കാനും കെട്ടിടത്തിന്റെ മധ്യരേഖ ലേഔട്ട് അടയാളപ്പെടുത്താനും പഠിക്കാം. ഈ ടെസ്റ്റിന്റെ ഉപയോഗം: പ്രൊഫൈലുകളിൽ കെട്ടിടത്തിന്റെ മധ്യരേഖകൾ നിർമ്മിക്കുക. മധ്യരേഖയുടെ അടയാളം നിലത്ത് കൈമാറ്റം ചെയ്യുക. സെൻട്രൽ ലൈൻ പ്ലാനും കെട്ടിടത്തിന്റെ ഓറിയന്റേഷനും ട്രേസ് ചെയ്യുക. ലെവലുകൾ ത്രെഡിന്റെ കനം കൊണ്ട് മാത്രം വേർതിരിക്കപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ P1, P2, P3, P4, P5, P6, P7 എന്നീ കുറ്റികൾക്ക് ഇടയിൽ എല്ലാ ലൈൻ ത്രെഡുകളും ഒരേ ലെവലിൽ ബന്ധിപ്പിക്കുക. ഭിത്തിയുടെ പകുതി വീതി, അതായത് 115 മില്ലിമീറ്റർ കണക്കാക്കി തൽഫലമായി ഉണ്ടാകുന്ന 2150 മില്ലിമീറ്ററാണ് സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ആകെ ദൂരം. കെട്ടിടത്തിന്റെ മുൻവശത്തെ മതിലിനുള്ള മധ്യരേഖ കുറ്റി. കവല പോയിന്റ് ഇയിൽ നിന്ന് P3, P4 എന്ന ലൈൻ ത്രെഡിൽ 2150 മില്ലിമീറ്റർ അളക്കുക. പെഗ് P9 കണ്ടെത്തി ഡ്രൈവ് ചെയ്യുക. ഇന്റർസെക്ഷൻ പോയിന്റിൽ നിന്ന് പ്രക്രിയ ആവർത്തിക്കുക. പെഗ് P10 കണ്ടെത്തി ഒരു ആണി ഓടിക്കുക. ഇപ്പോൾ P9, P10 എന്നിവയ്ക്കിടയിൽ ഒരു ലൈൻ ത്രെഡ് ബന്ധിപ്പിക്കുക. കെട്ടിടത്തിലേക്കുള്ള പെഗ് P9ന് മുന്നിൽ 1/2 മീറ്ററോളം സുരക്ഷിത ദൂരം അടയാളപ്പെടുത്തി ഒരു പ്രൊഫൈൽ ഡ്രൈവ് ചെയ്യുക. പെഗ് P10ന് മുന്നിൽ ഇതേ നടപടിക്രമം ആവർത്തിച്ച് മറ്റൊരു പ്രൊഫൈൽ ഡ്രൈവ് ചെയ്യുക. ഈ പ്രൊഫൈലുകളിൽ മധ്യരേഖ അടയാളപ്പെടുത്തുക. ലൈൻ ത്രെഡ് P9, P10 നീക്കം ചെയ്ത് ഈ രണ്ട് പ്രൊഫൈലുകളും ബന്ധിപ്പിച്ച് കെട്ടിടത്തിന്റെ മുൻവശത്തെ മതിലിന്റെ മധ്യരേഖയിൽ ചേർത്ത് കെട്ടുക. സെൻട്രൽ ലൈൻ ഡ്രോയിംഗ് അനുസരിച്ച് മധ്യരേഖകൾ മറ്റെല്ലാം ലഭിക്കുന്നതിന് പ്രൊസീജിയർ ആവർത്തിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ: കെട്ടിടത്തിന്റെ തേർഡ് ലൈൻ അടയാളപ്പെടുത്തുക, കെട്ടിടത്തിന്റെ ഫോർത്ത് ലൈൻ അടയാളപ്പെടുത്തുക, കുറ്റികളിൽ നെയിൽ ഡ്രൈവ് ചെയ്യുക, പ്രൊഫൈൽ മാർക്കിങ്ങുകൾ തമ്മിലുള്ള ഡയഗണൽ ഡിസ്റ്റൻസ് പരിശോധിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.